റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവരുടെ കാലിലേൽക്കുന്ന മുള്ളു പോലും, കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും, രോഗങ്ങളുണ്ടാകുന്നതും മറ്റും, മഹോദരം എന്ന് പറയുന്ന പണ്ടത്തെ വയറിന്റെ അസുഖം വരുന്നത്, ഇതൊക്കെ രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടുന്നതും ക്ഷമക്ക് വലിയ കൂലി കിട്ടുന്നതും വിശ്വാസിയുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമാണെന്ന് വിവിധ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഭൗതികമായും സ്ത്രീകൾക്ക് ചില ഗുണങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ഇതിന് സന്നദ്ധയാവാൻ ഔദ്യോഗികമായ പഠനങ്ങൾ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി പഠിച്ചിട്ടില്ല. എന്നാലും ലൈംഗികത കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്നാണ്. ലൈംഗികത പുരുഷന്മാരെക്കാളും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്ന് മാത്രമല്ല, അവർക്ക് അതിന് മിക്ക സമയത്തും പാകതയുണ്ടാകും. എന്നല്ല, ഒരു സെക്സിൽ തന്നെയും നിരവധി തവണ ഓർഗാസം, രതിമൂർച്ചയ്ക്ക് സ്ത്രീക്ക് മാത്രം സംവിധാനമുണ്ട്. അത് സയന്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഒരു ലൈംഗിക ബന്ധത്തിനിടയിൽ പല പ്രാവശ്യം ഡോക്ടർ മറ്റുവല്ലൂരൊക്കെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, ചില സ്ത്രീകളെയൊക്കെ ഉദ്ധരിച്ച് നിരവധിയായ തവണ. നമുക്കിങ്ങനെ ഈ വേദിയിൽ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നത്ര, ഞാനതുകൊണ്ട് പറയണില്ല. മറ്റുവല്ലൂരിന്റെ ലൈംഗിക വിജ്ഞാനകോശത്തിലുണ്ട്, അദ്ദേഹത്തിന്റെ മറ്റു ചില പുസ്തകങ്ങളിലുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ബിഷോഘരനാണ് അദ്ദേഹം. ഒരു സമയത്ത് തന്നെ, ഒരു സെക്സിനിടയിൽ തന്നെ നിരവധി തവണ ഓർഗാസം, രതിമൂർച്ച അനുഭവിക്കാൻ സ്ത്രീക്ക് മാത്രം സാധ്യമാണ്. പുരുഷനെ സംബന്ധിച്ച് രതിമൂർച്ചയോടുകൂടെ അവന്റെ ശരീരം തളർന്നു പോകുന്നു. പിന്നെ ഉടനെയൊന്നും ആ ഒരു പ്രക്രിയക്ക് അവന് ശാരീരികമായി മാനസികമായി തന്നെയും സംവിധാനമില്ല. സ്ത്രീ അതല്ല, ഒരേ സമയത്ത് തന്നെ നിരവധിയായ പ്രാവശ്യം ഈ ഓർഗാസം അനുഭവിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടായിരിക്കണം സ്ത്രീ മാത്രം അങ്ങനെ? ഞാനെവിടെയും വായിച്ചതല്ല, എന്നാലും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അവൾ നിരവധിയായ സങ്കീർണതകൾ സഹിക്കുന്നുണ്ട് പുരുഷനില്ലാത്ത. പറഞ്ഞല്ലോ, ഗർഭവും പ്രസവവും ഒക്കെ. അതുകൊണ്ട് തന്നെ സ്ത്രീവർഗത്തിന് ഇതിന് കാരണമാകുന്ന ലൈംഗിക ബന്ധത്തിന് പ്രത്യേകമായ ആകർഷണം വരണം. അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ലഭ്യമല്ലെങ്കിൽ, ആനന്ദങ്ങളില്ലെങ്കിൽ, ഇതൊരു ചടങ്ങായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രസവത്തിന്റെയും ഗർഭത്തിന്റെയും സങ്കീർണത കാരണം അവർ ഇതിലേക്ക് ദൃഷ്ടരാവാതെ വരും. അങ്ങനെ വന്നാൽ തലമുറ നിലനിൽക്കാതെ വരും. അതുകൊണ്ട് പ്രകൃതിപരമായി തന്നെയും പുരുഷനേക്കാളും സെക്സ് എൻജോയ് ചെയ്യാൻ സ്ത്രീക്ക് കഴിവ് കിട്ടുന്നു. ആഖിറത്തിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കുന്നത്, പദവി ഉയരുന്നത്, രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രസവം എന്ന് പറയുന്ന സങ്കീർണവും കൂടുതലായി ശ്രമം വേണ്ടതുമായ ഈ ഒരു പ്രക്രിയയെ മനുഷ്യവർഗത്തിന്റെയും അതുപോലെയുള്ള തസ്തനികളുടെയും നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സംവിധാനിക്കുന്നത്. അത് കൂടിയേ തീരുള്ളൂ എന്ന് വയ്ക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ എന്നത്. സ്ത്രീജനങ്ങൾക്ക് സ്വാഭാവികമായും മഹത്വം കൂടാൻ, പദവി ഉയരാൻ, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു നൽകിയ ഒരു സംവിധാനമായിട്ട് കൂടെ വേണം ഈ സങ്കീർണമായ ദൗത്യത്തെ കാണാൻ. ഇവരെ അത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവർക്ക് കുറെ മഹത്വങ്ങൾ ഭൗതികമായും, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഭൗതികമായും അപ്രകാരം ആത്മീയമായും മതം അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ സംവിധാനിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ പ്രത്യേകം തെരഞ്ഞെടുക്കണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകൾ, പലപ്പോഴും നമ്മൾ ചില ആരോപണങ്ങൾ കേൾക്കാറുണ്ടല്ലോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടാണ്. പ്രസവിച്ചു കൂട്ടണം എങ്കിലേ സമൂഹം നിലനിൽക്കൂ. മാൽത്തൂസിന്റെ തിയറിയൊക്കെ നമുക്കറിയാം. പ്രസവം വഴി കുഞ്ഞുങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ജനസംഖ്യ വിസ്ഫോടനം സംഭവിക്കുന്നതാണ്. അങ്ങനെ ജനസംഖ്യ കൂടി വന്നിട്ട് അന്നവും വെള്ളവും പാർപ്പിടവും ജീവിത സൗകര്യങ്ങളും ഇല്ലാതെയാവുന്നതാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി ജനസംഖ്യാ നിയന്ത്രണം നടത്തണമെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചതും പലരെയും ആ ഒരു തിയറി പ്രയോഗിക്കാൻ വേണ്ടി പല സമ്മർദ്ദങ്ങൾ പ്രേരിപ്പിക്കുന്നതും. എന്നിട്ട് എന്ത് സംഭവിച്ചു?
കർശനമായി ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ നാടുകളെല്ലാം വല്ലാതെ വൈകാതെ പരാജയത്തിലേക്ക് നേരിട്ടെത്തി. ചൈനയുടെ കാര്യം നമുക്കറിയാം. കഠിനമായി ജനസംഖ്യാ നിയന്ത്രണം നടത്തിയവരാണവർ. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, ജനസംഖ്യയുള്ളത് ചൈനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടൂലേ, താമസിക്കാൻ സൗകര്യം കിട്ടൂലേ എന്നൊക്കെ ബേജാറ് പിടിച്ചിട്ട് മാൽത്തൂസിന്റെ തിയറി നടപ്പിലാക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായും ഒറ്റക്കുട്ടിയെ മാത്രം അവർ അനുവദിച്ചു. പിന്നീടുണ്ടായ സങ്കീർണതകൾ കൊണ്ട് പൊറുതിമുട്ടാണ് ആ നാട്. ഒറ്റക്കുട്ടിയെ പറ്റൂ എന്ന് വന്നപ്പോൾ സ്വാഭാവികമായും അത് ആൺകുട്ടിയാവാൻ വേണ്ടി ചൈനയിലെ ആണും പെണ്ണും തീരുമാനിച്ചു. അതിന് സപ്പോർട്ട് ചെയ്ത് നിയമങ്ങൾ വന്നു. ലിംഗ നിർണയ പരിശോധനകൾ നടത്തൽ അവിടെ അനുവദനീയമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം കണ്ടുപിടിക്കാം. അപ്പൊ ആണാണോ പെണ്ണാണോ? പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്യാനും അവിടെ നിയമമുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടിയെ പറ്റൂ എന്ന് വരുമ്പോ മനുഷ്യർ, അവിടെയുള്ള ജനങ്ങൾ അത് ആൺകുട്ടിയാവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു തലമുറയിൽ ധാരാളം ആൺകുഞ്ഞുങ്ങളുണ്ടായി. പെൺകുഞ്ഞുങ്ങൾ പറ്റ കുറഞ്ഞു വന്നു. അതുകൊണ്ട് അവിടെ കുടുംബജീവിതം താറുമാറായി. പെണ്ണെട്ടാൻ കഴിയാതെ വന്നു. സ്വാഭാവികമായും പെണ്ണ് കെട്ടാൻ വേണ്ടി വിയറ്റ്നാമിൽ നിന്ന് അവർ പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്തു. രണ്ട് സംസ്കാരമായതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞ് വല്ലാതെ വൈകുമ്പോഴേക്ക് വിയറ്റ്നാമിലെ പെണ്ണ് ചാടിപ്പോയി. വൃദ്ധന്മാരുടെ നാടായി ചൈന മാറി. വൃദ്ധന്മാരുടെ നാടായി. ഈ വൃദ്ധന്മാരെ പരിചരിക്കലും ജോലി ചെയ്യലും സൈനിക സേവനം അനുഷ്ഠിക്കലും നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കലും യുവാക്കൾക്ക് സാധിക്കാതെ വന്നു. യുവാക്കളുടെ സംഖ്യ വളരെ കുറഞ്ഞു വന്നു. പഴയ തലമുറയിലെ വൃദ്ധന്മാർ മാത്രമായിട്ട് ഒരു വയസ്സ് കൂടിയ ചൈന രൂപപ്പെട്ടു. ജോലിയിടങ്ങൾ കാലിയാവാൻ തുടങ്ങി. ലോകത്തെ ഏറ്റവും നല്ല കയറ്റുമതി നടത്തുന്ന, ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന നാടാണ് ചൈന. അത് അവരുടെ ദേശീയ വരുമാനത്തിന്റെ വലിയൊരു ഭാഗമാണ്. അത് ഗ്രാഫ് കുറഞ്ഞു വന്നു. സ്വാഭാവികമായും ചൈന ഗവൺമെന്റ് ഈയിടെ അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒറ്റക്കുട്ടി നയത്തിൽ നിന്ന് മാറി 2 കുട്ടിയായി. അത് പോരാന്ന് വന്നു. എത്രയും കുട്ടിയാവാമെന്നായി. 4 കുട്ടിയാണെങ്കിൽ എല്ലാ പ്രോത്സാഹനവും എന്നായി. കൂടുതൽ പ്രസവിക്കുന്നവർക്ക് എല്ലാ സൗജന്യവും എന്ന് നിയമം വന്നു. റഷ്യയിലും അതാണ് സംഭവിച്ചത്. ഞാൻ വിശദീകരിക്കല്ല. കൗതുകരമായ നിയമം. വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ്, 5-6 മാസം മുന്നേ പറഞ്ഞ ഒരു ഉത്തരവ് എന്താണ്? ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും ഇടക്കിടക്ക് സെക്സ് നടത്തണം എന്നാണ്. 10 മണിക്ക് ചായ അടിക്കണത് പോലെ, ഉച്ചക്ക് ചോറ് കഴിക്കണത് പോലെ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ സെക്സ് നടക്കണം എന്നാണ്. ഓഫീസിൽ അതിന് അനുബന്ധമായി സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ്. അങ്ങനെ ധാരാളം പ്രസവങ്ങൾ ഉണ്ടാകണമെന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ വലൂദ് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നോക്കി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ? അവരുടെ കുടുംബത്തെ പരിശോധിച്ചാൽ അറിയാം, ഉമ്മനെ പരിശോധിച്ചാൽ അറിയാം, ജ്യേഷ്ഠത്തിയെ പരിശോധിച്ചാൽ അറിയാം. മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവലംബിക്കാം. കൂടുതൽ പ്രസവിക്കുന്നവരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാര്യം? മനുഷ്യകുലം നിലനിൽക്കണം. ലോകത്തിന്റെ നായകത്വം വഹിക്കേണ്ടത് മറ്റൊരു സ്പീഷീസുമല്ല, ഈ ജന്തുവർഗമാണ്. ഹോമോസാപ്പിയൻ, ചിന്തിക്കാൻ കഴിവുള്ള ജന്തുവർഗം, അതാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി നിർവഹിക്കപ്പെടേണ്ട ഒരു സാധാരണ പ്രക്രിയയാണ് പ്രസവം. അങ്ങനെ വരുമ്പോ ഇന്ന് വിവാദത്തിലൊക്കെ നടക്കുന്നത് പോലെ എന്താണ് ഈ പ്രസവം എവിടെ വെച്ചാ നടത്തേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആശുപത്രി പോകണം എന്നുണ്ടോ, വീട്ടിൽ നിന്ന് പ്രസവിച്ചുകൂടെ? വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അത് കഠിനമായ തീവ്രമായ രീതിയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ മുറുകെ പിടിക്കാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളെയും അവധാനതാപൂർവം അനലൈസ് ചെയ്ത് എന്താണ് മനുഷ്യന് കൂടുതൽ സംഘതം എന്ന് തീരുമാനിക്കലാണ് യുക്തി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രസവം. അതിന് മുന്നോടിയായി കുറെ സംഗതികൾ സംഭവിക്കാനുണ്ട്. ഗർഭപാത്രത്തിന്റെ ആമുഖം വികസിക്കാനുണ്ട്, സെർവിക്സ് എന്ന് പറയും. കൃത്യമായ രീതിയിൽ കുഞ്ഞ് പുറത്തു വരേണ്ടതുണ്ട്. പഴയകാലത്തുള്ളതുപോലെ ആരോഗ്യപരമായി സമൂഹം അത്രമേൽ ഉന്നതരല്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രസവം സങ്കീർണമാവുകയും അപകടത്തിന് സാധ്യതയുണ്ടാവുകയും ചെയ്യും. ഇത്തരം സന്ദർഭത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുന്നത് മതപരമായി എന്താ അതിന്റെ നിയമം? തീർച്ചയായിട്ടും
ഒരു കുഴപ്പമുള്ളതല്ല എന്നല്ല, പലപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും ചില ഘട്ടത്തിൽ നിർബന്ധമായും നിർവഹിക്കേണ്ടതുമാണ്. കോമണായിട്ടൊരു ഹുക്മ് പറയുന്നതിനേക്കാൾ വിസ്തരിച്ചു പറയലായിരിക്കും നല്ലത്. ഈ പ്രസവം എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥയിൽ കൃത്യമായ രീതിയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രസവം നടക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് പലപ്പോഴും അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില സങ്കീർണതകളിലേക്ക് എത്തും. ഇപ്പോൾ ഉദാഹരണമായിട്ടുള്ള ഒരു ബ്രീച്ച് ഡെലിവറി, സാധാരണഗതിയിൽ പ്രസവം നടക്കേണ്ടത് കുഞ്ഞിന്റെ തല പുറത്തു വന്നിട്ടാണ്. അങ്ങനെ അല്ലാതെ കാല ഊരഭാഗമോ പൃഷ്ഠഭാഗമോ ഒക്കെ പുറത്തു വരുന്നൊരവസ്ഥ വരും. അതൊരു സങ്കീർണമായ സ്റ്റേജാണ്. മിക്കവാറും കുട്ടി മരിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാവ് മരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ വിദഗ്ധരായ ഒരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ടീമിന്റെ സാന്നിധ്യം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണിത് സംഭവിക്കുക എന്ന് സാധാരണ രീതിയിൽ വളരെ നോർമലായി പ്രസവം നടക്കുമോ അതോ ഇതുപോലെയുള്ള വല്ല സങ്കീർണതകൾ ഉണ്ടാവോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? സാധാരണക്കാരാവുന്ന നമ്മളെ സംബന്ധിച്ച് അത് സാധ്യമേ അല്ല. അതിവിദഗ്ധരായ ആളുകൾ വേണം. അത് ഡോക്ടറായാലും കൊള്ളാം, പ്രാവീണ്യം കൊണ്ട്